ദൈവനാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും ആദരണീയനായ കോറപ്പിസ്കോപ്പ, കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫിലിപ്പ് തറകനച്ചൻ ഉൾപ്പെടെയുള്ള വൈദികരെ, മത്തോലി സമാജത്തിന്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ തുടങ്ങി വിവിധ തലങ്ങളിലുള്ള ഭാരവാഹികളെ, കടന്നു വന്നിരിക്കുന്ന അമ്മമാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, ഇടയ്ക്കിടയ്ക്ക് കാണുന്ന പുരുഷന്മാരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. സത്യത്തിൽ ഉദ്ഘാടന സമ്മേളനമാണ് ഇപ്പോൾ നടക്കേണ്ടത്. എന്നാൽ പരിശുദ്ധ ബാബാതിരുമനസ് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നതെന്നുകൊണ്ടാണ് നമ്മൾ ആ സമ്മേളനം ഉച്ചയ്ക്ക് ശേഷമാക്കി അതിനുശേഷം നടക്കേണ്ട നമ്മുടെ തീമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാവിലെ തന്നെ തുടങ്ങുകയും ചെയ്യുന്നത്. അത്യധികം സന്തോഷമുണ്ട്. വലിയൊരു ഹോളാണ് ഇവിടെ ഉള്ളത്. ആ ഹോള് കവിഞ്ഞ് പുറത്തും അതിന്റെ വശങ്ങളിലും ഭാഗ്യത്തിന് മുകളിൽ 2 ബാൽക്കണി ഉള്ളതുകൊണ്ട് അവിടെയും എല്ലാം നിറഞ്ഞു നിൽക്കത്തക്കവണ്ണം നല്ല പിസ്ത പച്ചയും തത്തപ്പച്ചയും സാധാരണ പച്ചയും അതിനോട് പിങ്കും ചുവപ്പും കലർന്നതും ആദിയായ ഒരുപാട് നിറങ്ങൾ, ഞാൻ ഈ പറയാത്ത നിറങ്ങളും ഇടയ്ക്കിടയ്ക്കുണ്ട്, നിറങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അതിൽ ദൈവത്തെ സ്തുതിക്കാം. മലങ്കര സഭയുടെ പ്രാർത്ഥനാ ശക്തിയുടെ സംഗമമായി നമുക്ക് ഈ കൂടിവരവിനെ കാണാം എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ഡെയ്സി വർഗീസ് കൊച്ചമ്മയും നമ്മുടെ മിനി ജോസഫുമാണ് ഈ സെഷന്റെ സ്വാഗതവും കൃതജ്ഞതയും. ഡെയ്സി വർഗീസ് കൊച്ചമ്മ വളരെ മിടുക്കിയാണ്. സ്വാഗതത്തിൽ തന്നെ വിഷയത്തിന്റെ ആമുഖം പറഞ്ഞു കഴിഞ്ഞു. തന്നെയല്ല, നമ്മുടെ മുമ്പാകെ അത്യാവശ്യം വേണ്ട ഒരു കുംഭസാരവും നടത്തി. ബസ്സിൽ ഇറക്കുമ്പോൾ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നും കടയിൽ പോകുമ്പം പണം അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ പരസ്യമായി വളരെ ഭംഗിയായി നടത്തിയിട്ടുണ്ട്. ഇനി കണ്ടനാട് ഈസ്റ്ററിൽ നിന്ന് എന്താണ് വരാൻ പോകുന്നത് എനിക്ക് അറിയാൻ മേല. അത് നമുക്ക് അവസാനം പ്രതീക്ഷിക്കാം. ഇതിന്റെ കൺക്ലൂഷൻ അവിടെ നിന്നാണല്ലോ വരേണ്ടത്. ഏതായാലും ഒരു തുടക്കം വിട്ടു തന്നു എന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ ഈ വർഷത്തെ തീമാണ് ഇവിടെ ഒന്ന് പ്രസന്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ഒരു തീമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മേരി മാത്യു ടീച്ചർ ഓൾറെഡി പലയിടങ്ങളിൽ പോയി ഇത് സംബന്ധിച്ച് ക്ലാസ് എടുത്ത് അത് യൂട്യൂബ് വഴി അല്ലാതെയൊക്കെ എനിക്ക് കേൾക്കാൻ ഇടയായി. മേരി മാത്യു ടീച്ചറായിരുന്നു ക്ലാസ് എടുക്കേണ്ടത്. ടീച്ചർ ഒരു വലിയ സംഘാടകയായതുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് അത് എൻ്റെ മണ്ടയ്ക്കോട്ടങ്ങ് കയറ്റി വിട്ടതാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഈ ഫിലിപ്പ് തറകനച്ചനും അവർ 3 പേരും കൂടെ പണിഞ്ഞ പണിയാണ് എനിക്ക് തിരുമേനി തന്നെ അങ്ങ് തീം പ്രസന്റ് ചെയ്താൽ മതി എന്നുള്ളത്. ഞാനത് പ്രതീക്ഷിച്ചതല്ല. എങ്കിലും അവർ കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. അതുകൊണ്ടാണ് നിൽക്കുന്നത്. റിപ്പന്റ് ആൻഡ് ടേൺ ടു ഗോഡ്. അനുദപിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട തീം ടൈറ്റിൽ. ഇത് നമ്മളൊരു പുതിയ ടൈറ്റിലൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കാൻ വേണ്ട. നമ്മൾ കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്ന ഒരു ടൈറ്റിലാണ്. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും സഭയുടെ ആരാധനയിലും കൂദാശികളിലും ഒക്കെ പങ്കെടുക്കുന്നവരാകുന്നുവെങ്കിൽ ഈ വാക്ക് സ്ഥിരമായി നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ തീം ഓർ എ ന്യൂ ടൈറ്റിൽ. പക്ഷേ പുതിയതല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം വേണ്ട ഒരു റിന്യൂവൽ, റിവൈവൽ ആവശ്യമാകുന്നു എന്നത് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ. നമ്മൾക്ക് 2 വാക്കുകൾ വേണമെങ്കിൽ പറയാം. We use this
word in a mechanical fashion. ഒരു യാന്ത്രികമായിട്ട് നമ്മൾ ഈ വാക്കൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ പോവുകയാണ്. രണ്ടാമത് റിപ്പൻഡൻസ് ആൻഡ് കൺഫെഷൻ. ഇത് രണ്ടും കൂടെ ചേർന്നൊരു യൂണിറ്റ് ആണ്. ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എ ഫൊർഗോട്ടൺ മെഡിസിൻ ഇൻ ദ ചർച്ച്, ലൈഫ് ഓഫ് എ ചർച്ച്. സഭയുടെ ജീവിതത്തിൽ മറന്നുപോയിരിക്കുന്ന ഒരു മരുന്നാണ്, മറന്നുപോയിരിക്കുന്ന ഒരു മരുന്ന് ആണ് ഈ രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞത്, റിപ്പൻഡൻസ് ആൻഡ് കൺഫെഷൻ. അനുതാപവും കുമ്പസാരവും ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഏകദേശം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് സംസ്കരിക്കപ്പെട്ട് മറന്നുപോയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഞാനൊരു മെത്രാപ്പോലത്തെ ആണല്ലോ, മർത്തോമറി സമാജത്തിന്റെ പ്രസിഡന്റ് എന്ന് മാത്രമല്ല, ഒരു ഭദ്രാസനത്തിന്റെ പ്രധാന ചുമതലയുണ്ട്. പിന്നെ പരിശുദ്ധ ബാവാതിരുമേനിയെ സഹായിക്കാൻ വേണ്ടി വേറെ 2 ഭദ്രാസനങ്ങളുടെ സഹായ മെത്രാപ്പോലത്തെ കൂടിയാണ്. പുതിയ മെത്രാപ്പോലത്തന്മാർ വരുമ്പോഴേ ഞാൻ മാറുവോളം എന്നാണ് എൻ്റെ ചിന്ത. നമ്മുടെ പള്ളികളിൽ നിന്നെല്ലാം കറക്റ്റ് വാർഷിക തെരഞ്ഞെടുപ്പ് യോഗം ആകുമ്പം മിക്കപ്പോഴും വരുന്ന ഒരു പരാതിയുണ്ട്. അച്ഛന്മാർക്കത് നല്ലപോലെ അറിയാം എന്താണ് ഈ പരാതി എന്നുള്ളത്. കുമ്പസാരിക്കാൻ അവസരം കിട്ടിയില്ല, കുമ്പസാരിക്കാൻ സമയം തന്നില്ല, കുമ്പസാര ലിസ്റ്റ് അത് പൂർണ്ണമല്ല, അതിനകത്ത് വെട്ടിത്തിരുത്ത് നടത്തിയിട്ടുണ്ട്. കുമ്പസാര ലിസ്റ്റും കൊണ്ട് പള്ളിയിലെ സെക്രട്ടറി ഇറങ്ങി ആരും കാണാതെ ഓടി അതിനകത്ത് അഡീഷണൽ ഫിറ്റിങ്സ് നടത്തിയിട്ടുണ്ട്, അതിനകത്ത് ചിലരെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില പരാതികൾ ഇതിനിടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഈ വർഷവും എനിക്ക് കിട്ടിയായിരുന്നു 2-3. അത് 3 ഉള്ളതുകൊണ്ട് ഏത് ഭദ്രാസനത്താന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആ പള്ളിക്കാരൊക്കെ ഇവിടെ കാണുവേ, അതുകൊണ്ട് വെറുതെ ഞാൻ പള്ളിയുടെ പേര് പറയുന്നില്ല. അങ്ങനെ പരാതികൾ വന്നിട്ടുണ്ട്. ഞാൻ പഴയ മദ്രാസിന്റെ മെത്രാപ്പോലത്തെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നാലും ഇവിടെ ഇരിപ്പുണ്ട്. പണ്ട് ബ്രോഡ്വേ പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയായിട്ടും കോയമ്പേട് പള്ളിയിലെ വികാരിയായിട്ടും പിന്നെ പല പള്ളികളിലൊക്കെ ഞാൻ വിട്ടിട്ടുള്ള ഒരാളാണ്. ഒരു പള്ളിയിൽ തെരഞ്ഞെടുത്ത് അടുത്തപ്പോൾ പൊതിയോ ഇതിന്റെ തീരുമാനങ്ങളൊക്കെ തെരഞ്ഞെടുത്തപ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ കുമ്പസാര പീഠത്തില് ഈ പറഞ്ഞ പാർട്ടിക്ക് ഇരിക്കേണ്ടി വന്നു. ഇരുന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന വൈകിട്ടൊരു പരാതി, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്, ഇതെടുത്ത് കളയണം. കാരണം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണിത്. വന്ന് മുമ്പിൽ മുട്ടുകുത്തുന്നു, ഒന്നും പറയുന്നില്ല. ഞാനെന്ത് ചെയ്യാത്തതാണ്, ഞാൻ എന്ത് പറയാനാണ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. തന്നെയല്ല കുമിഞ്ഞ മണവും. എനിക്ക് ബോധക്കേട് വരുന്നു. കാരണം ഈ വേറെ പല സ്ഥലത്തുമൊക്കെ പോയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ദിസ് ഈസ് ദ പ്രസന്റ് കണ്ടീഷൻ. നമ്മളായിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ് ഞാൻ ഈ പറഞ്ഞ ഒരു പ്രത്യേക അവസ്ഥയാണ്. ഞാനിത് ഇത്രയും നേരം പറഞ്ഞത് പുരുഷന്മാരുമായിട്ടൊക്കെ കൂടുതൽ ബന്ധപ്പെട്ടതാണ്. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെ കഥകൾ ഇഷ്ടം പോലെ. കുമ്പസാര ലിസ്റ്റ് പള്ളിയിൽ ചാർത്തിയപ്പോൾ കുമ്പസാര ലിസ്റ്റ് അവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കണം, ആർക്കെങ്കിലും കുമ്പസാരിക്കണമെന്ന്. ഞാൻ പോയ ഒരു പള്ളിയിൽ വികാരി അനൗൺസ് ചെയ്യുന്നു. എൻ്റെ 3 ഭദ്രാസനങ്ങളും അല്ല കേട്ടോ, വേറൊരു ഭദ്രാസനമാണ്. അപ്പൊ ഇത് ഞാൻ കൈമുത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ അനൗൺസ്മെന്റ് വികാരിയുടെ. അപ്പൊ എൻ്റെ അടുത്ത് എത്തിയ ഒരു വനിത അവരൊക്കെ പറയാണ്, ഞാനത് കണ്ടായിരുന്നു, അതിനകത്ത് 1-2 കുമ്പസാരിക്കാത്തവരത് എനിക്ക് നല്ലപോലെ അറിയാം, ഞാനത് പരാതി കൊടുക്കും. കൈമുത്താൻ വരുവാണ്. കൈമുത്താൻ വരുമ്പോൾ ഉള്ള ഒരു ശബ്ദമാണ് ഞാൻ ഈ കേട്ടത്. അത് വന്നത് ഒരു വനിതയിലെന്നാണ്. ഞാനിത് പറഞ്ഞത് why we should revive and renew these 2 terms. എന്തുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് റിന്യൂ ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞതിന്റെ കാരണം കുഞ്ഞുനാള് മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ വത്സമ ടീച്ചറെ? നമ്മൾ കുഞ്ഞുനാള് മുതൽ കേൾക്കുന്നതാണ്. അനുദപിക്കുക, കുമ്പസാരിക്കുക എന്നതൊക്കെ കുഞ്ഞുനാള് മുതൽ കേൾക്കുന്നതാണ്. പക്ഷേ കേൾവി ഒരു വശത്തോട് നടക്കുന്നെങ്കിലും അത് യാന്ത്രികമാവുകയും
മറന്നുപോകുന്ന മരുന്നായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇത് റിന്യൂ ചെയ്യാനും റിവൈവ് ചെയ്യാനും, പ്രത്യേകിച്ച് അമ്മമാരെന്ന നിലയ്ക്ക്, സഹോദരിമാരെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് സാധ്യമാകണമെന്നൊരു ചിന്തയാണ് ഈ വർഷം നമ്മൾ ഈ തീം എടുത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. വാട്ട് ഈസ് റിപ്പന്റൻസ്? നമ്മുടെ ഡെയ്സി കൊച്ചമ്മ വളരെ ഭംഗിയായിട്ട് ഉദാഹരണ സഹിതം പറഞ്ഞു. എങ്കിലും ഞാൻ ഒരു സ്ട്രക്ചർ എന്ന നിലയ്ക്ക് അതൊന്ന് ആവർത്തിക്കാം. നോർമലി we people regard the term repentance as a feeling of sorrow. ദുഃഖം, പ്രയാസം ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിന് പറയുന്ന പേരാണ് എ ഫീലിംഗ് ഓഫ് ഗിൽറ്റ്. എന്തോ ഒരു കുറ്റം ചെയ്തു. അതാണല്ലോ കൊച്ചമ്മ പറഞ്ഞത്. നമ്മുടെ കടയിൽ പോയി സാധനം മേടിച്ചപ്പം 5 പൈസയ്ക്ക് മേടിച്ചിട്ട് 10 പൈസ ഇസ്കി എന്നുള്ള കഥയൊക്കെ പറഞ്ഞില്ലേ? ഫീലിംഗ് ഓഫ് ഗിൽറ്റ്, സെൻസ് ഓഫ് ഗ്രീഫ്, വിഷമത്തിന്റെ ഒരു ഫീലിംഗ്. പിന്നെ നമ്മൾ നമ്മുടെ മണ്ടയ്ക്കും മറ്റൊരാളുടെ നേർക്കും ചില സമയത്ത് ദൈവത്തോടും കാണിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിനകത്ത് ഒരുപാട് മുറിവുകൾ ഉണ്ടാകാറുണ്ട്. നമ്മൾ നമ്മോട് ചെയ്യാറുണ്ട്, ചിലപ്പോൾ അടുത്തിരിക്കുന്ന ആളിനോട് ചെയ്യാറുണ്ട്, പിന്നെ ഇത് രണ്ടും കഴിഞ്ഞ് മേലോട്ടും ചെയ്യാറുണ്ട്. അതിനകത്തുനിന്ന് ഒരുപാട് മുറിവുകളുണ്ട്. ആ മുറിവുകളെ ഓർത്ത് നമുക്കുണ്ടാകുന്ന ദുഃഖം, ഇതൊക്കെയാണ് സത്യത്തിൽ നാം ഈ അനുതാപം അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിന്റെ കംപ്ലീഷനായിട്ട് വരുന്ന കൺഫെഷൻ എന്ന വാക്കുകൾ കൊണ്ടൊക്കെ പ്രധാനമായിട്ടും നാം അർത്ഥമാക്കുന്നത്. പക്ഷേ ഇതൊക്കെ ശരിയാണ്, പക്ഷെ അതൊന്നും പൂർണ്ണമല്ല. അങ്ങനെ ചിന്തിക്കുന്നത് മാത്രം പൂർണ്ണമല്ല. പിന്നെ എന്താണ് പൂർണ്ണം? അങ്ങനെ മാത്രം ചിന്തിച്ചാൽ അത് അപകടമാണ്. ദുഃഖം, വിഷമം മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും അജിയച്ച? ദുഃഖം മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ, നിരാശ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തോ ചിന്തിക്കും? എന്തോ ആകും? കീഴോട്ട് പോകും, ഇല്ലേ? നമ്മുടെ വലിയ മെത്രാപ്പോലത്തെ തിരുമേനി, ക്ലീമീസ് തിരുമേനി ഞങ്ങളെയൊക്കെ കാണുമ്പം ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അധോഗതിയിലേക്കൊരു പുരോഗതി. തിരുമേനി ഇടയ്ക്കിടയ്ക്ക് അത് ഞങ്ങളോടൊക്കെ പറയും. അധോഗതിയിലേക്കൊരു പുരോഗതി എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ വളർച്ച കീഴോട്ടാകും, മേലോട്ട് വളരുകയില്ല. ദുഃഖത്തിലും നിരാശയിലും മാത്രം നിന്ന് കഴിയുമ്പോൾ സംഭവിക്കുന്നത് കീഴോട്ട് മാത്രം പോവുകയും മേലോട്ട് പോകാതിരിക്കുകയും ചെയ്യും. പക്ഷെ അത് ആവശ്യമാണ്. അവിടെ കൊണ്ട് നിർത്തരുതെന്ന് മാത്രം. മേലോട്ട് വളരാനുള്ള കാര്യങ്ങൾ നോക്കണം. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അവിടെ ഈ അനുതാപം എന്ന പദത്തിന് ഇതിന്റെ കൂടെ വ്യത്യസ്തമായ ചില അർത്ഥങ്ങളാണ് നൽകുന്നത്. വ്യത്യസ്തമായ ചില അർത്ഥങ്ങൾ നൽകുകയാണ്. എബ്രായ പദം പഴയ നിയമത്തിൽ സൂബ്, SOOB, സൂബ് എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ എണ്ണി നോക്കിയില്ല. ഞാൻ ഒരു ഡിസ്ക്രിപ്ഷനിൽ കണ്ടത് 1050 പ്രാവശ്യം പഴയ നിയമത്തിലുണ്ട്. 1050 പ്രാവശ്യം പഴയ നിയമത്തിലുണ്ട്. നിങ്ങൾ പോയി തിരുമേനി എണ്ണി നോക്കുന്നൊന്നും പറഞ്ഞു കളയരുത്. ഞാനൊരു ഡിസ്ക്രിപ്ഷൻ കണ്ടത് നിങ്ങളോട് പറയുകയാണ്. ഏകദേശം 1050 തവണ പഴയ നിയമത്തിലുണ്ട് ഈ വാക്ക്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ടു ടേൺ, റിട്ടേൺ, തിരിയുക, തിരിച്ചു വരിക. തിരിയുക, തിരിച്ചു വരിക. അതാണ് ആ വാക്കിന്റെ ലിറ്ററൽ മീനിങ്. രണ്ടാമതൊരു വാക്കുണ്ട്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഏകദേശം 120 പ്രാവശ്യം കിടപ്പുണ്ട്. 120 പ്രാവശ്യം. നാഖാം, NACHAM. നാഖാം. നാഖാം എന്ന് പറഞ്ഞാൽ അതിന്റെ ലിറ്ററൽ മീനിങ് വിലപിക്കുക, ടു ലമെന്റ്, കരയുക, ടു വീപ്, ക്രൈ, ഗ്രീഫ്. വിലപിക്കുക, കരയുക എന്നൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ 3 സ്ഥലങ്ങളിൽ
ടേൺ ബാക്ക് ഫ്രം സിൻസ്, പാപത്തിൽ നിന്ന് തിരിഞ്ഞു വരിക എന്ന അർത്ഥം കൊടുത്തിട്ടുണ്ട്. പാപത്തിൽ നിന്ന് തിരിഞ്ഞു വരിക, ടേൺ ബാക്ക് ഫ്രം സിൻസ്, പാപത്തിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് തിരിഞ്ഞു വരിക. അത് എസെക്കിയേൽ പ്രവചനത്തിലാണ്. എസെക്കിയേൽ പ്രവചന പുസ്തകം 14-ാം അധ്യായം 6-ാം വാക്യം, 18-ാം അധ്യായം 6-30 വാക്യങ്ങൾ, 33-ാം അധ്യായം 11-ാം വാക്യം. പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി. എസെക്കിയേൽ 14-ന്റെ 6, 18-ന്റെ 6, 30, 33, 11. ഇതാണ് ഹീബ്രു പദങ്ങൾ. ഇത് രണ്ടെണ്ണമാണ്, സൂബ് ആൻഡ് നാഖാം. സുറിയാനിൽ ഒരു പദമുണ്ട്, അത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. നമ്മൾ സുറിയാനിക്കാരായതുകൊണ്ട് സുറിയാനിൽ പദമുണ്ട്, തൈബൂസോ. കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? കേട്ടിട്ടുണ്ടോ? തൈബൂസോ, തൈബൂത്തോ എന്നും ചില ആക്സന്റിൽ വിളിക്കാറുണ്ട്. അതിന്റെ അർത്ഥം റിട്ടേൺ ഫ്രം എറർ, മിസ്റ്റേക്സ്. റിട്ടേൺ ഫ്രം മിസ്റ്റേക്സ്, തെറ്റുകളിൽ നിന്ന് തിരിഞ്ഞു വരിക. കൺവേർഷൻ ഫ്രം മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ മാറ്റുക, തെറ്റുകളിൽ നിന്ന് മാറുക. അപ്പോസ്തല പ്രവൃത്തിയിൽ 3-ാം അധ്യായം 19-ാം വാക്യത്തില് റിപ്പന്റ് ആൻഡ് ബി കൺവേർട്ടഡ്, അനുദപിക്കുക, മാനസാന്തരപ്പെടുക, തിരിഞ്ഞു വരിക എന്നുള്ള അർത്ഥതലമാണ് അവിടെയുള്ളത്, തൈബൂസോ എന്ന പദത്തിൽ. ഈ ഗ്രീക്ക് പദമാണ് പ്രധാനപ്പെട്ട പദം. എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലാണല്ലോ ന്യൂ ടെസ്റ്റ്മെന്റ് എഴുതിയതും പിന്നെ പിതാക്കന്മാർ കൂടുതൽ എഴുതിയതും ഗ്രീക്ക് ഭാഷകളിലാണ്. മെഥനോയിയ, METANOIA, മെഥനോയിയ എന്നൊക്കെ പറയാൻ സ്പെല്ലിങ്. ഇത് ഗ്രീക്ക് സ്പെല്ലിംഗ് അല്ല, ഞാനതിനെ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തതാണ്. METANOIA, മെഥനോയിയ. അതൊരു നാമമായിട്ട്, അതൊരു നൗണായിട്ട് 20 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. നൗണായിട്ട്. ഒരു ക്രിയയായിട്ട്, വെർബായിട്ട് 30 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. നാമമായിട്ട് 20 പ്രാവശ്യവും ക്രിയയായിട്ട് 30 പ്രാവശ്യം. അവിടെ വളരെ വ്യക്തമാണ് നമ്മുടെ തീം. ടേൺ ടു ഗോഡ്, റിപ്പന്റ് ആൻഡ് ടേൺ ടു ഗോഡ്. റിപ്പന്റ് ആൻഡ് ടേൺ ടു ഗോഡ്. പിന്നെ ഒരു അഡീഷണൽ ഫിറ്റിംഗ്സ് കൂടെ ഉണ്ട്, ഒരു എക്സ്പ്ലനേഷൻ കൂടിയുണ്ട്. ടു ഹാവ് ഫെയ്ത്ത് ഇൻ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്തുകൊണ്ടാണ് റിപ്പന്റ് ആൻഡ് ടേൺ ടു ഗോഡ്? എന്തുകൊണ്ടാണ് അനുദപിക്കുക, തിരിഞ്ഞു വരിക, ദൈവത്തിലേക്ക് തിരിഞ്ഞു വരിക? ബിക്കോസ് ക്രൈസ്റ്റ് ഹാസ് സേവ്ഡ് യു. യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അനുദപിക്കുക, തിരിഞ്ഞു വരിക. അതാണ് വളരെ ഭംഗിയായിട്ട് പറയുന്നത്. ഇനി ഞാൻ ഇതിന്റെ ചില പ്രതിഫലനങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രതിഫലനങ്ങൾ, അതായത് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നിർവചനങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അനുതാപ സങ്കീർത്തനങ്ങളാണ് അല്ലേ? അനുതാപ സങ്കീർത്തനങ്ങളല്ലേ? അതിലൊന്നാണ് നമ്മുടെ ആലീസ് കോശി ആന്റി ഇവിടെ വായിച്ചത്. വളരെ ഭംഗിയായിട്ട് ലംഘനം ക്ഷമിച്ചും പാവം മറിച്ചു കിട്ടിയവർ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറഞ്ഞ് വായിച്ചല്ലോ. അനുതാപ സങ്കീർത്തനമാണ്. അനുതാപ സങ്കീർത്തനത്തിന് നമ്പറിങ്ങിലൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ എല്ലാവർക്കും നല്ലപോലെ അറിയാം. ബൈബിൾ സൊസൈറ്റി നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വേദപുസ്തകത്തിൽ, അതുപോലെ കിങ് ജെയിംസ് വേർഷനിലൊക്കെ 6, 32, 38, 51, 102, 130, 143. ക്ലിയറായോ? നമ്മുടെ കയ്യിലിരിക്കുന്ന സാധാരണ ബൈബിൾ സൊസൈറ്റിയുടെ വേദപുസ്തകത്തിൽ ഉള്ളതാണ് ഞാൻ പറഞ്ഞ നമ്പറുകൾ. 6, 32, 38, 51, 102, 130, 143. നമ്മുടെ പാമ്പാക്കുട നമസ്കാരം ഉണ്ടല്ലോ, പാമ്പാക്കുട നമസ്കാരം ഇല്ലേ? അത് പെഷീത്തായിൽ നിന്ന് വരുന്നതാണ് പാമ്പാക്കുട നമസ്കാരം. അതായത് നമ്മൾ സാധാരണ
വൈദികരും വിശ്വാസികളും ഒക്കെ പരസ്യ പ്രാർത്ഥനയ്ക്കും രഹസ്യ പ്രാർത്ഥനയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന ദീർഘപ്രാർത്ഥനകളുള്ള പുസ്തകമാണ് പാമ്പാക്കുട നമസ്കാരം. കയ്യിലില്ലാത്തവരെണ്ണം വാങ്ങിക്കുന്നത് നല്ലതാണ്. കയ്യിലില്ലാത്തവരെണ്ണം വാങ്ങിക്കണം. അതിനകത്ത് ഇഷ്ടംപോലെ നല്ല മനോഹരമായ പ്രാർത്ഥനകളുണ്ട്. അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 6, 32, 38, 51, 102 ഇനിയുള്ള രണ്ടെണ്ണമാണ് വ്യത്യാസം. 129, 142. 129, 142. ഞാൻ നോക്കിയ ബൈബിളിന്റെ കാര്യം മാത്രമായി പറയുന്നത് കേട്ടോ. വേറെ ഇഷ്ടംപോലെ വേർഷൻസ് ഉണ്ടല്ലോ. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ, അതായത് നമ്മുടെ കയ്യിൽ ഇപ്പൊ സാധാരണ കാണുന്ന ഒരു പുസ്തകമാണ് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ ഇൻ ഇംഗ്ലീഷ്. അത് പ്രത്യേകിച്ച് ഔട്ട്സൈഡ് കേരള ഭദ്രാസനക്കാരുടെയിലൊക്കെ ആ വേദപുസ്തകം കാണാനുള്ള സാധ്യതകൾ ധാരാളം ഉണ്ട്. അതിനകത്ത് 6, 31, 37, 50, 101, 129, 142 ഒന്നാമത്തെ സങ്കീർത്തനം മാത്രം, 6ാമത്തെ സങ്കീർത്തനം മാത്രമേ സെയിം ആയിട്ടുള്ളതുള്ളൂ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകമായിട്ട്. ബാക്കിയെല്ലാം നമ്പർ വ്യത്യാസമാണ്. 6, 31, 37, 50, 101, 129, 142. ഇനി ഞാൻ മനസ്സിലാക്കുന്നത് സെൻട്രൽ കമ്മിറ്റിയിൽ ഏത് ബൈബിളാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള, ഇംഗ്ലീഷ് ബൈബിൾ ഏതാണ് ഉപയോഗിക്കേണ്ടത് ചോദ്യം RSV ആണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. RSV ആണോ പറഞ്ഞത്? റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ അതാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അതാണെങ്കിൽ അതിനകത്ത് 6, 32, 38, 51, 102, 130, 141 നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിന്റെ അതേ നമ്പർ തന്നെയാണ്. വലിയ വ്യത്യാസം ഒന്നുമില്ല, തുല്യമായിട്ട് കാണാം എന്നുള്ളത്. ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം, നിങ്ങൾ പല വേദപുസ്തകങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പല രീതിയിൽ നമ്പറിങ് കാണും. അപ്പൊ തിരുമേനി ആദ്യം പറഞ്ഞ നമ്പറെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു കളയരുത്. അതുകൊണ്ടാണ് ഇത് എടുത്ത് പറഞ്ഞത്. ഈ നമുക്കെല്ലാവർക്കും അറിയാം, സങ്കീർത്തനങ്ങളിൽ അധ്യായങ്ങളില്ല. ഉണ്ടോ? അധ്യായങ്ങളില്ല. ഒരിക്കലും നമ്മൾ സങ്കീർത്തനം 25-ാം അധ്യായത്തിലൊന്നും ആഹാ ഇബാറക്കുമോർ പറയോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയത്തില്ല. കാരണം അധ്യായങ്ങളില്ല സങ്കീർത്തനങ്ങളിൽ. അത് ഒരു യൂണിറ്റാണ് കംപ്ലീറ്റ്ലി. അത് ആരാണോ ഈ നമ്പറിങ് കൊടുത്തത് അവരുടെ ചില പ്രത്യേകമായ ചിന്തകൾക്കനുസരിച്ച് അവർ നമ്പറിങ് കൊടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് വായിച്ചു തീർക്കേണ്ടതും ചിലയിടത്ത് വരുമ്പോഴത് വലിയ നീണ്ട ഒരു സങ്കീർത്തനമാണ് അല്ലയോ? അതിനകത്ത് 119 ആണോ അല്ലയോ? നിങ്ങൾ ഒരിക്കലും വായിക്കാത്ത സങ്കീർത്തനം അതായിരിക്കും അല്ലയോ? ഞങ്ങൾ വായിക്കും. ഏറ്റവും ചെറിയ സങ്കീർത്തനം ഏതാ? കണ്ടോ എത്ര കാണാതെ പഠിച്ചിരിക്കുന്നത്? കൃത്യമായിട്ട് പഠിച്ചു, ഒരു പാടുമില്ലാതെ പറഞ്ഞു തന്നു, വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. 119-ാം സങ്കീർത്തനത്തില് സുറിയാനി ആൽഫബറ്റിന്റെ ഓലഹ് മുതൽ താവ് വരെ എല്ലാ അക്ഷരങ്ങളുടെയും നമ്പർ അനുസരിച്ചുള്ള സങ്കീർത്തന ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് അവരുടെ അഭിരുചി അനുസരിച്ച് ഈ വേദപുസ്തകം ഇതുപോലെ ഭംഗിയാക്കി മാറ്റിയ കാനൂനിസ്റ്റുകളുടെ അഭിരുചി അനുസരിച്ച് അവരതിനെ തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഇതിനെ അധ്യായം എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു നമ്പറിങ് വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ 32-ാം സങ്കീർത്തനം, 51-ാം സങ്കീർത്തനം ഇങ്ങനെ സാധാരണ പറയാറുണ്ടെന്ന് മാത്രം കണ്ടാൽ മതി. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പ്രതിഫലനങ്ങളിലേക്ക് പോവുകയാണ്. അതായത് ഈ 6 മുതൽ 143 വരെയുള്ള അനുതാപ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോഴും വിശുദ്ധ വേദപുസ്തകം പൊതുവെ വായിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്ന ചില ആശയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അക്കമിട്ട് പറയുന്നു. അത് മാത്രം. 1, റിപ്പന്റൻസ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. റിപ്പന്റൻസ് ദൈവത്തിന്റെ ദാനമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞത് എന്തുവാ? സോറോയാണ്, ഗ്രീഫാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? ഇവിടെ കഥ മാറിയാണ് വേദോസം പറയുന്നത്. റിപ്പന്റൻസ് ദൈവത്തിന്റെ ദാനമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അനുതാപികൾ എന്ന് പറയുന്നൊരു വിവാഹം തന്നെ സഭയിലുണ്ട്. ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ മൊണാസ്റ്റിസം പഠിക്കുമ്പോൾ, സന്യാസ ജീവിത ശൈലികൾ പഠിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് നിങ്ങൾ ഈ പാമ്പാക്കുട നമസ്കാരം വാങ്ങിക്കണമെന്ന്. അതിനകത്ത് ഈ അനുതാപികളുടെ പ്രാർത്ഥനകളൊക്കെ കിടപ്പുണ്ട്. അനുതാപികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അവർ മാത്രമല്ല, നമ്മളെല്ലാവരും ആരാണെന്നാ പറയുന്നത്? മലബാറിന്റെ വൈസ് പ്രസിഡന്റ് നമ്മൾ ആരാണ്?
നമ്മളും ആരാണ്? അനുതാപി. ചെങ്ങന്നൂരിന്റെ വൈസ് പ്രിൻസിപ്പൽ പറഞ്ഞാലും മതി, നമ്മളും അനുതാപികളാണ്. നമ്മളെല്ലാവരും അനുതാപികളാണ്. അപ്പോൾ അനുതാപികൾ ആവുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവം നൽകുന്ന വരമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. വരമില്ലാത്തവർക്കാണ് അനുതാപമില്ലാത്തത്. അപ്പൊ നിങ്ങൾക്ക് വരമുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? എങ്ങനെ ചെക്ക് ചെയ്യണ്ടേ? ആദ്യം സ്വന്തം തെറ്റുകളെ കുറിച്ചൊക്കെ ബോധ്യമുള്ളവരാണോ എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് വരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത് അർത്ഥം. സോ ഇറ്റ്സ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഇത് ദൈവ സാന്നിധ്യത്തിലേക്കും ദൈവകൃപയിലേക്കും ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിലേക്കും നയിക്കുന്ന വാക്കാണ്. A term that guides us to the presence of God, to the grace of God, and to have communion with God. ദൈവകൃപയിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവവുമായുള്ള സംബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്ന വാക്കാണ്. സോ കൺസിഡർ ദ ടേം റിപ്പൻസ് ആസ് എ പോസിറ്റീവ് ടേം. വളരെ പോസിറ്റീവ് ആയിരിക്കുന്ന ടേമാണ് വിശുദ്ധ വേദപുസ്തക പ്രകാരം. ഞാൻ ചുരുക്കിയാ പറയുന്നത്. രണ്ടാമത്തെ വാക്ക്, റിപ്പൻറ്റൻസ് ഈസ് നോട്ട് സിംപ്ലി ഫോർ ദോസ് ഹു ബിഗിൻ ദെയർ ക്രിസ്ത്യൻ ലൈഫ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ പാപിക്ക് വേണ്ടി, പാപി എന്ന ഇൻവെർട്ടഡ് കോമ, പാപിക്ക് വേണ്ടി മാത്രമുള്ള ഒരു വാക്കല്ല ഇത്. It is for everyone, including saints. എല്ലാവർക്കും ബാധകമായ വാക്കാണ്. മലയാളത്തിൽ പറയാം, ക്രൈസ്തവ ജീവിതം തുടങ്ങുന്നവർക്ക് വേണ്ടി മാത്രമോ പാപികൾ എന്ന് വിളിക്കുന്നവർക്ക് വേണ്ടി മാത്രമോ ഉള്ള ഒരു വാക്കല്ല അനുതാപം. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതിനകത്ത് വിശുദ്ധരെന്ന് വിളിക്കപ്പെടുന്നവരും വരുന്നു. പിടികിട്ടിയോ? പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? പിന്നെ ബാക്കിയുള്ളതിന്റെ വിശദീകരണമൊക്കെ പിന്നെ പറയാം. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ഞങ്ങളുടെ കുണ്ട്രക്കാരി എന്നെ ഭീഷണിപ്പെടുത്തി ഒന്നുകൂടെ പറയാം, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. കൃത്യമായി നമ്മളെ ക്ഷീമാ നമസ്കാരം ഉപയോഗിക്കാറുണ്ടോ? ക്ഷീമാ നമസ്കാരം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇമ്മാനുവലിസം കണ്ടിട്ടില്ലേ? ഉണ്ട്. കുർബാനക്രമം ഉണ്ടല്ലോ, ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ മാമ്പാക്ക നമസ്കാരം ഉണ്ടല്ലോ, ഉണ്ട്. ക്ഷീമാ നമസ്കാരത്തിന്റെ തിങ്കളാഴ്ച സന്ധ്യക്ക് ആദ്യം ഇടുന്ന പാട്ടേതറിയാമോ? തിങ്കളാഴ്ച സന്ധ്യക്ക് ഏതാ ജീച്ച? സ്വർഗത്തോടും നിന്നോടും പിഴ ചെയ്തി ഞാൻ. ബാക്കി എന്തുവാ? ഓക്കി സുതപദവി. അത് അനുതാപമാണോ അല്ലയോ? പാടുന്നത് ആരാ? പാടുന്നത് ആരാന്ന്? ചുങ്കക്കാരനും ഭാവികളും മാത്രമാണോ? അതിനകത്ത് തികഞ്ഞ സന്യാസി പാടും, എന്നെ പോലുള്ള പാവപ്പെട്ട തിരുമേനിമാര് പാടും, അച്ഛന്മാര് പാടും, നിങ്ങളും പാടും. എല്ലാരും പാടത്തില്ലയോ? പാടുമോ ഇല്ലയോ? പാടണം. കാരണം ഇറ്റ് ഈസ് ഫോർ അസ്. വിശുദ്ധർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഈ മരുഭൂമിയിലെ പിതാക്കന്മാരെ വായിച്ചപ്പോഴേ ആബാസസയോസ്, ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പൊ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് ഒന്നുകൂടെ പറയുന്നുള്ളൂ. ആബാസസയോസ് എന്ന് പറഞ്ഞൊരു പിതാവ് തന്റെ മരണക്കിടക്കയിൽ ശിഷ്യന്മാർ ഇങ്ങനെ കട്ടിലിന് ചുറ്റും നിൽക്കുമ്പം മരണക്കിടക്കയിൽ ആരോടോ പിറുപിറുക്കുന്നു. അദ്ദേഹം ആരോടോ പിറുപിറുക്കുന്നതായി ശിഷ്യന്മാർ കാണുന്നു. ഉറക്കം വരുന്നുണ്ടോ ആർക്കെങ്കിലും? ഉറക്കം വരുന്നേ പെട്ടെന്ന് പറയണം. ഉറക്കം വരുന്നതിന് കൈ ഉയർത്തിയാൽ മതി. ഞാൻ അന്നേരം ഉടനെ തന്നെ മേരി മാത്യു ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്, നിപ്പിളും പാലും അവിടെ വെച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് കൊണ്ട് തരുന്നതായിരിക്കും. ആർക്കെങ്കിലും ഉറക്കം വരുന്നതിൽ അത് ചെയ്താണ്. അത് കൈ ഉയർത്തിയാൽ മതി. സാധനം ഉണ്ട് ഇവിടെ വളരെ കൃത്യമായിട്ട്. സ്റ്റോക്ക് ആണെന്നാ പറഞ്ഞു. ഇഷ്ടം പോലെ കപ്പ്, പാല്, ബ്ലാക്ക് കോഫി ഏത് വേണമെങ്കിലും തരാം. കൃത്യമായിട്ട് കൈ ഉയർത്തണം, എങ്കിലേ മേരി മാത്യു ടീച്ചർ എഴുന്നേക്കത്തുള്ളൂ. വളരെ കൃത്യമായിട്ടും. അപ്പൊ ഈ ആബാസസയോസ് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരുന്നപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങ് ആരോടാണ് ഈ പിറുപിറുക്കുന്നത്? അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉടനെ അദ്ദേഹം മറുപടി പറഞ്ഞു, എന്നെ കൊണ്ടുപോകാൻ വേണ്ടി മാലാഖമാർ വന്നു. നമ്മൾ പാടുന്നില്ലേ, മരണത്തിൻ ദൂതൻ
പിറകെ വന്നപ്പോൾ പാടത്തില്ലയോ? പിന്നെ പാടിയാ മതി ബാക്കി കേട്ടോ. എന്നെ കൊണ്ടുപോകാനായി മാലാഹമാർ വന്നു. അപ്പൊ എനിക്കൊരാഗ്രഹം, കുറച്ച് സമയം കൂടെ വേണം. ഞാൻ അവരോടൊന്ന് ചോദിച്ചു നോക്കുകയാണ്, കുറച്ച് സമയം കൂടി എനിക്ക് തരാൻ ഒക്കുമോ എന്ന് ഞാൻ അവരോടൊന്ന് ചോദിച്ചു നോക്കുകയാണ്. ഞാനും അവരും തമ്മിൽ ഒരു ചെറിയ വാഗ്വാദത്തിലാണിപ്പം. നമ്മുടെ ശവസംസ്കാര ക്രമത്തിന്റെ 2ാം ക്രമം, പുരുഷന്മാരുടെ 2ാം ക്രമം, അതിന്റെ ബൗസോ എന്താ പറയുന്നേ? മറന്നുപോയി. ആ പാട്ടെന്തോ? ആർദ്രത തോന്നണമേ നാഥ. താഴോട്ട് വരുമ്പം വാന്തവരെ കാണാനൽപ്പം. ഞാൻ ഇച്ചിരൂടെ സമയം ചോദിച്ചു. നമ്മളെ കുറിച്ച് അത് പറയുന്നത്. അവസാനം ദൂതം വഴങ്ങിയില്ല. ദൂതം വഴങ്ങാൻ വന്നപ്പം ഞാൻ പറഞ്ഞതൊന്നും നടക്കുന്നില്ലെന്ന് ഇച്ചിരി കൈക്കൂലി കൊടുത്ത് നോക്കാന്ന് വിചാരിച്ചു എന്നൊക്കെ നമ്മുടെ പാട്ടിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ചുകൂടെ ജീവിതം വേണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കൊണ്ടുപോകാൻ വരുന്ന ദൂതനെ ഒന്ന് വശമ്മതാക്കി കൂടെ നിർത്താൻ ഒക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ കഥാപുരുഷൻ ആബാസിസയോസ് ഇതുപോലെ തന്നെ തർക്കിച്ചു ദൂതന്മാരോട്. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, എന്താ ഈ തർക്കം? അവരെന്നെ കൊണ്ടുപോകാൻ വന്നപ്പോ ഞാൻ അവരോട് ഇച്ചിരി സമയം ചോദിച്ചതാണ്. എന്തിനാ സമയം ചോദിച്ചത്? കാരണം നല്ല പ്രായമുണ്ട്, വാർദ്ധക്യകാലവും കഴിഞ്ഞ് കിടക്കുകയാണ്, കട്ടില്ല, ബെഡ്റിഡനാണ്. എന്താണ്? എനിക്ക് അനുതപിക്കുവാൻ കുറച്ച് സമയം കൂടി വേണം. അതായിരുന്നു അതിന്റെ മറുപടി. ഐ നീഡ് സം മോർ ടൈം ടു റിപ്പന്റ്. എനിക്ക് അനുതപിക്കുവാൻ കുറച്ച് സമയം കൂടി വേണം. ഉടനെ ശിഷ്യന്മാർ അങ്ങോട്ട്, ഇത്രയും നാള് ദൈവമേ മഹാഭാവി എന്നോട് കരുണ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുള്ളല്ലോ. അങ്ങ് ഇതുവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവമേ മഹാഭാവിയ എന്നോട് കരുണ ചെയ്യണമേ. ഇത് മാത്രം പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾ കൂടുതലും കേട്ടിട്ടുള്ളത്. ഒറ്റയ്ക്കിരിക്കുമ്പോഴെല്ലാം ദൈവമേ മഹാഭാവി എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്, അത് മാത്രമാണ് കേട്ടിട്ടുള്ളത്. ഇനി എന്താണ് അനുഭവിക്കാനുള്ളത്? ഉടനെ അദ്ദേഹത്തിന്റെ മറുപടി, ഐ ഹാവ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ് റിപ്പന്റിങ്. ഞാൻ ഇതുവരെ അനുദപിക്കുവാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ ഇതുവരെയും പ്രാർത്ഥിച്ചുവെങ്കിലും എന്റെ അനുതാപം തുടങ്ങിയതായിട്ട് എനിക്കൊരു ഫീലിംഗ് ഇല്ല. ഐ ഹാവ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ് റിപ്പന്റിങ്. സോ ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി ഫോർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടി മാത്രമുള്ള. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, ഇല്ലേ? എടി നീ കുമ്പസാരിച്ചോ? അവള് കുമ്പസാരിച്ചായിട്ട് ഞാൻ കണ്ടില്ല. ഇതൊക്കെയാണ് നമ്മളെ ചർച്ച. എന്നാൽ ഞാൻ കുമ്പസാരിച്ചോ, ഞാൻ അനുദപിച്ചോ, എങ്ങനെയാണ് എന്റെ കുമ്പസാരം എന്നതിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. കുണ്ടറക്കാര് സപ്പോർട്ട് തരുന്നുണ്ട്, എനിക്ക് ഇപ്പൊ വളരെ കൃത്യമായിട്ട് സപ്പോർട്ട് തരുന്നുണ്ട്. യാതൊരു ചിന്തയുമില്ല, ഒരു ചിന്തയുമില്ല. അവിടാണ് ആബാസിസയോസും നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളും ഒക്കെ വളരെ കൃത്യമായി നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പാടിയത് തിങ്കളാഴ്ചത്തെ മാത്രമേ ഉള്ളൂ. ഓരോ ദിവസത്തെ പ്രാർത്ഥന എടുത്താലും അനുതാപമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഓരോ ദിവസത്തെ പ്രാർത്ഥന എടുത്താലും അനുതാപമുണ്ട്, ഇല്ലേ? വ്യാഴാഴ്ച വരുമ്പോഴോ, നിൻ പ്രീതിക്കെതിരാം പാഴാൻ ചിന്തകളും ദുഷ്ടവികാരവും എങ്കിൽ ഒഴിവാക്കണമേ. പാടുവോ? എവിടെ? ഇല്ലയോ? നിങ്ങൾക്ക് പാടണ്ടെന്തോ, എൻ പ്രിയനെ സുന്ദരനെ കാളാരെ ഇങ്ങാനൂലെങ്കിലും ഇതൊക്കെ പാടത്തുള്ളൂ. പാടേണ്ട പാട്ടുകൾ ആരാധന ക്രമത്തിൽ വളരെ കൃത്യമായി നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ആരാ പറഞ്ഞത് എനിക്കറിയാമല്ല, ഫിലിപ്പ് തറാൻ അച്ഛനാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ദൈവവും നാമും തമ്മിലുള്ള ബന്ധത്തിന് നാം കാര്യമായ ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല നമ്മുടെ ഗാനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും. നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് അതെങ്ങനെയായിരിക്കണം എന്നതിന് കാര്യമായ പ്രാധാന്യം നാം കൊടുക്കുന്നില്ല എന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് അകത്ത് മാത്രമല്ല, പ്രഭാത നമസ്കാരം ചെല്ലുമ്പോഴും തലേന്ന് വൈകിട്ട് സന്ധ്യാനമസ്കാരം ചെല്ലുമ്പോഴും നടത്തുമ്പോഴും എല്ലാം ഹൂസോയ പ്രാർത്ഥന എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. കേൾക്കാറുണ്ടോ?
പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതിരിക്കുന്നവനും അവയെ നീക്കി മായ്ച്ചു കളയുന്നവനും. ചാക്കോച്ചോ എത്ര പ്രാർത്ഥിച്ചതല്ലേ? ഇല്ലേ? എത്ര പ്രാർത്ഥിച്ചതാണ് നമ്മൾ, എത്ര പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഈ പ്രാർത്ഥനയുടെ അന്തസത്തയെ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ പ്രാർത്ഥനയിലെ സബ്സ്റ്റൻസ്, വെദർ ഇറ്റ് ഇൻസ്പയർ us or not, നമ്മെ അത് സ്വാധീനിക്കുന്നുണ്ടോ, ശ്രദ്ധാപൂർവ്വം നിൽക്കുന്നുണ്ടോ? ഓരോ ദിവസത്തെയും പ്രാർത്ഥന എടുത്തു നോക്കേ. സോ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് our daily prayer. Repentance is a part of our daily prayer. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രാർത്ഥനയുടെ ഒരു പ്രധാന ഭാഗമാണ് അനുതാപം. കുറച്ചുകൂടി ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, റിപ്പന്റൻസ് ഈസ് എ ലിറ്റർജിക്കൽ ജേർണി. റിപ്പന്റൻസ് ഒരു ആരാധന യാത്രയാണ്. അനുതാപം എന്നത് ഒരു ആരാധന യാത്രയാണ്. നിങ്ങളുടെ യാത്രയിൽ അനുതാപമില്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്നർത്ഥം. എന്റെ യാത്രയിൽ അനുതാപമില്ലെങ്കിൽ ആരാധിക്കുന്നില്ല അർത്ഥം. അതുകൊണ്ട് ഇത് വളരെ, ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങളൊന്ന് അടിവരയിട്ട് വെക്കണം. കാരണം ഇത് നമ്മളെ ശക്തമായി ബാധിക്കുന്ന ഒരു വിഷയമാകുന്നു എന്നതുകൊണ്ടാണ്. 3, വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ പറയുന്നതാണ്. ആ സിൻ ഈസ് സെപ്പറേഷൻ ഫ്രം ഗോഡ്, റിപ്പന്റൻസ് ഈസ് റിട്ടേണിംഗ് ടു ഗോഡ്. പാപം ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണെങ്കിൽ റിപ്പന്റൻസ് ദൈവത്തെ നമ്മോടും നമ്മെ ദൈവത്തോടും അടുപ്പിക്കും. അടുപ്പിക്കുമല്ല, അടുപ്പിക്കും. മനസ്സിലായ പറഞ്ഞേ? ആര് എഴുതി വെച്ച് കളയത് അടുപ്പിക്കുമെന്ന്? അടുപ്പിക്കും, ദൈവത്തോട് ചേർത്ത് നിർത്തും. ദൈവം നമ്മെയും ചേർത്ത് നിർത്തും അനുതാപം ഉണ്ടെങ്കിൽ. പാപമാണെങ്കിലോ നമ്മുടെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ ബഹുമാനോട് മുഖ്യമന്ത്രി എഴുതിയ പുസ്തകത്തിലെ ഹെഡിങ് പോലെ, ആദമേ നീ എവിടെ? ആദമേ നീ എവിടെ? അതായിരിക്കും ചോദ്യം. മേരി മാത്യു ടീച്ചറേ നീ എവിടെ? അതായിരിക്കും വരാൻ പോകുന്നത്. പാവമാണെങ്കിൽ പ്രദീപച്ചാതി എവിടെ? ഈ ചോദ്യം വരുന്നു. അവസാനം പിന്നെ അപ്പുറത്തോട്ട് മാറ്റി നിർത്തിയിട്ട് കാവൽ മാലാഹയൊക്കെ നിർത്തി അവിടെ നിട്ടേക്കും. If it is sin, but if it is repentance, he will come closer to us and he will take us to him. അവൻ നമ്മിലേക്ക് വരും, നാം അവനോട് ചേരുകയും ചെയ്യും. മലാഖി പ്രവചനം 3-ാം അധ്യായം 7-ാം വാക്യം. മലാഖി പ്രവചനം 3-ാം അധ്യായം 7-ാം വാക്യം. Return to me and I will return to you. എന്നിലേക്ക് മടങ്ങി വരിക, ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരും. പിന്നെ വായിച്ചാൽ മതി. എന്നിലേക്ക് മടങ്ങി വരിക, ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരും. അടുത്തത് 4-ാമത്തത്. ട്രൂ റിപ്പന്റൻസ് ഈസ് human longing to the origin from which it was taken. സത്യ അനുതാപം എന്ന് പറയുന്നത് മനുഷ്യൻ തൻ്റെ ആദ്യ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള വാഞ്ചയാണ്. അതാണ് സത്യാനുതാപം. എന്നൂടെ പറയാം. ഹ്യൂമൻ ലോങ്ങിങ് ടു ദ ഒറിജിൻ ഫ്രം വിച്ച് ഇറ്റ് വാസ് ടേക്കൺ, ഹി ഓർ ഷി വാസ് ടേക്കൺ. അതായത് മനുഷ്യന്റെ ആദ്യാവസ്ഥയിലേക്ക് കടന്നു ചെല്ലാനുള്ള വാഞ്ചയാണ് അനുതാപം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്ന കഥയാണ്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തില് മുടിയനായ പുത്രൻ, ധൂർത്തപുത്രൻ എന്ന് വിളിക്കുന്ന ആ ഉപമയിൽ പറയുന്ന കാര്യം അല്ലേ? അവരിങ്ങനെ തെറ്റെല്ലാം കൂടെ ചെയ്ത് കൂട്ടി കഴിഞ്ഞപ്പം എന്തോ ആയി, ഒന്നും കിട്ടാതെ വന്നു. അപ്പോഴാണ് മനസ്സിലായത്, എന്റെ വീട്ടിൽ. കഥ അറിയാലല്ലേ? ബാക്കി പറയണോ? സ്വന്തം വീടിനെ കുറിച്ച്, സ്വന്തം അവസ്ഥയെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കി തിരിച്ചു ചെല്ലാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് അനുതാപം.
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്കൊരു സംശയം. ഉണ്ടല്ലോ. നമ്മുടെ യഥാർത്ഥ അവസ്ഥയിലേക്ക്, നമ്മുടെ ഒറിജിനാലിറ്റിയിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. അതിനുള്ള ആഗ്രഹം നമ്മിൽ സ്ഥാപിച്ചെടുക്കുന്നതാണ്. അതാണ് അനുതാപം എന്ന് വളരെ ഭംഗിയായി പറയുന്നത്. 1 കൊരിന്ത്യർ 12:26 പിന്നെ വായിക്കണം. അടുത്ത 6-ാമത്തത്, റിപ്പന്റൻസ് ഈസ് സ്പിരിച്വൽ അവേക്കനിങ്. ആത്മീയ ഉണർവാണ്. 5-ാമത്തത്, 6 ഞാൻ പറഞ്ഞേ. ഒരു പേജ് അങ്ങ് പോയി, അതുകൊണ്ടാണ്. 5-ാമത്തെ ആദ്യം പറയാം. റിപ്പന്റൻസ് ഈസ് റെക്കൺസിലിയേഷൻ വിത്ത് ഗോഡ്. ദൈവവുമായുള്ള രമ്യതയാണ്, അനുരഞ്ജനമാണ്. ഞാന് മലബാറിൽ പോയപ്പോഴേ, പാലക്കാട് പോയായിരുന്നു അടുത്ത സമയത്ത്. മലബാറുകാരുണ്ടോ? മലബാറുകാർ കൈ ഉയർത്തിക്കേ. വെരി ഗുഡ്, നല്ല നമ്പറുണ്ട്. അവരവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നി. ഞാൻ വൈസ് പ്രസിഡന്റ് ഇവിടെ തൊട്ടു മുമ്പിൽ ഇരിപ്പുണ്ട് താനും. അപ്പൊ ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞായിരുന്നു. പഴയ അവസ്ഥ, ഇടയ്ക്കലത്തെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കുന്നുണ്ടോ അച്ഛാ? നമ്മുടെ ജീവിതത്തിലെ പഴയ അവസ്ഥ, നല്ല കൂട്ടുകുടുംബം, ഒരുമിച്ച് കൂടി, പരസ്പരം സ്നേഹിച്ച്, പരസ്പരം കുസൃതി കാണിച്ച്, ഒരു സൂപ്പ് കൊണ്ട് എല്ലാവരും കുളിച്ച്, ഒരു പാത്രത്തിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച്, ഒരാൾക്ക് മുറിവ് വന്നാൽ എല്ലാവരും കൂടി ചേർന്ന് വെച്ച് കെട്ടിക്കൊടുത്ത്, ഇതായിരുന്നു പഴയ അവസ്ഥ. ആണോ അല്ലയോ? ആണോ? എന്റെ പ്രായം അതിന് മേലോട്ടുള്ളവർക്ക് നല്ലപോലെ മനസ്സിലാവും. ഇമ്മാനുവേൽ അച്ഛനൊന്നും മനസ്സിലാവത്തില്ലായിരിക്കും, കൊച്ചു പിള്ളേരല്ലേ, അതുകൊണ്ട് മനസ്സിലാകത്തില്ല. പക്ഷെ പഴയ അവസ്ഥ അങ്ങനെയാണ്, കൂട്ടുകുടുംബ അവസ്ഥയാണ്. അതിന് പറയുന്ന ആ കാലഘട്ടത്തിന് പറയുന്നൊരു പേരുണ്ട്, സംയോജന കാലഘട്ടം. ഇന്റഗ്രേഷൻ, ദ പീരീഡ് ഓഫ് ഇന്റഗ്രേഷൻ, സംയോജന കാലഘട്ടം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെതുക്കെ പെതുക്കെ നാം ഇപ്പൊ ഏത് കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്? ഇപ്പോഴ് മിക്സിങ്ങാ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ന്യൂക്ലിയർ കുടുംബങ്ങളിലേക്ക് വന്നു. ന്യൂക്ലിയർ കുടുംബം. എന്താ ന്യൂക്ലിയർ കുടുംബം? ഫിലിപ്പ് തറകച്ചൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് പറഞ്ഞതാ. ന്യൂക്ലിയർ കുടുംബം എന്തോ അച്ഛാ? ന്യൂക്ലിയർ കുടുംബം ഫിലിപ്പ് തറകച്ചൻ, കൊച്ചമ്മ, പിന്നെ 1, 2. എത്ര ഉണ്ടച്ചാ? 2 ഭാഗ്യമായി അല്ലേ? 2 ഒന്നുള്ളതും കാണും ഇതിനകത്ത്, ഞാൻ ചോദിക്കുന്നില്ല. ഇനി ആരെയും ആകും വേണമെങ്കിൽ. അങ്ങനെ ചെറിയ കൂട്ടമായി മാറുകയാണ്. KP വർഗീസ് അച്ഛൻ എന്നെ നോക്കുന്നു, ചോദിക്കല്ലേ എന്നാ. ചെറിയ കൂട്ടമാവാണ്. ചെറിയ കൂട്ടമാവുന്നുണ്ടെന്ന് എന്താ സംഭവിക്കുന്നത്? സ്വന്തം അപ്പന്റെ, ചേട്ടന്റെയും, അനിയന്റെയും, പെങ്ങളുടെയും മക്കളുടെ കാര്യങ്ങൾ പോലും എന്താ അറിയാൻ മേല, അതിനുള്ള വാഞ്ചയുമില്ല, ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. മേരി മാത്യു ടീച്ചർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാനൊരു 10-30 കൊച്ചു കുഞ്ഞുങ്ങളുടെ വല്യമ്മയാണ്, അവരെല്ലാം കൂടെ വരും, ഇപ്പൊ ഗ്ലോബൽ കോൺഫറൻസ് ആണ്, അവരിപ്പോ വീട്ടിൽ വന്ന് കുത്തിയിരിക്കുകയാണ്, എനിക്ക് അവരെ കാണണം എന്നൊക്കെ. ചിലയിടങ്ങളിൽ മാത്രം സംഭവിക്കുന്ന കാഴ്ചയായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അതും ഇല്ലാതെ പോവാണ്. ഇപ്പോഴത്തെ അവസ്ഥ അതിനേക്കാൾ കഷ്ടമാണ്. ന്യൂക്ലിയർ മാറി നോ ക്ലിയർ ആണിപ്പോ. നോ ക്ലിയർ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? പറഞ്ഞോ കൊട്ടാരക്കര സെക്രട്ടറി. വ്യക്തതയില്ലാത്ത കുടുംബങ്ങളാ, ഒരു വ്യക്തതയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വീട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികളോട് പപ്പ എന്തെന്ന് ചോദിക്കുകയല്ല, മമ്മി എന്തെന്ന് ചോദിക്കുകയല്ല, അവിടെ നിൽക്കുന്ന പുരുഷനോട് അത് ഭാര്യയാണെന്ന് ചോദിക്കുകയല്ല, മോളെ നിന്റെ ഭർത്താവ് എന്തെന്ന് ചോദിക്കുകയല്ല. ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും? കുഴപ്പമായിരിക്കും, ആകെപ്പാടെ ബുദ്ധിമുട്ടും ഇല്ലേ? വീട്ടിനകത്ത് തന്നെ നിൽക്കുന്ന പുരുഷൻ, സ്ത്രീ, മക്കൾ, അതൊക്കെ സ്വന്തമാണോ എന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ വിളിച്ചു പറയാൻ ഒക്കാത്തതായ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോ ക്ലിയർ എന്ന് പറഞ്ഞത്. അതിന് പറയുന്ന പേരാണ് വിഘടന കാലഘട്ടം, ഡിസന്റഗ്രേഷൻ, ദ പീരീഡ് ഓഫ് ഡിസന്റഗ്രേഷൻ.
ഇനി നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. അതിനാണ് ഞാൻ റെക്കൺസിലിയേഷൻ എന്ന പദം ഉപയോഗിച്ചത്. റിപ്പൻഡൻസ് ഈസ് റെക്കൺസിലിയേഷൻ വിത്ത് ഗോഡ്. വി നീഡ് ടു റീഇൻറ്റഗ്രേറ്റ് അവർ ലൈഫ്. പുനർസംയോജനത്തിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ദൈവവുമായും നമ്മുടെ സഹജീവികളുമായിട്ടും രമ്യപ്പെടണം എന്നുള്ളതാണ് എനിക്ക് അഞ്ചാമതായിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതാണ് റിപ്പൻഡൻസ് എന്ന് പറയുന്നത്. ആറ് ഞാൻ മുമ്പേ പറഞ്ഞതാണ്. റിപ്പൻഡൻസ് ഈസ് എ സ്പിരിച്വൽ എവേക്കനിങ്, ഒരു ആധ്യാത്മിക ഉണർവാണ്. നൗ ഇറ്റ് ഈസ് എ ഹൈ ടൈം ടു വേക്ക് അപ്പ് ഔട്ട് ഓഫ് സ്ലീപ്പ്. ഒന്ന് ഉണരണ്ടേ? വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? വേണം. ഉണരണം. ഒന്ന് വിളക്ക് കൊളുത്തണ്ടേ? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 2-ാമത്തെ ഉപമ എന്തുവാ? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 2-ാമത്തെ ഉപമ. ഇപ്പൊ ഓരോരുത്തർ വേദോസം തപ്പാൻ തുടങ്ങിയേ. എന്താണ് 2-ാമത്തെ ഉപമ? നഷ്ടപ്പെട്ടു പോയ നാണയത്തിന്റെ, ദ്രഹ്മയുടെ ഉപമ. അവിടെ വളരെ ഭംഗിയായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. സ്ത്രീക്ക് ദ്രഹ്മ നഷ്ടപ്പെട്ടപ്പോൾ അവൾ വിളക്ക് കൊളുത്തി. വിളക്ക് കൊളുത്തിയോ? വിളക്ക് കൊളുത്തി. ഒന്ന് ഉണരണ്ടേ? ഉണരണോ? നഷ്ടപ്പെട്ടു പോയാലും ഒന്നുമില്ല. ഈ ചില വീട്ടിലൊക്കെ ചെന്ന അവർക്ക് പ്രായമായില്ല, ഇനി അവർ നോക്കോട്ടെ. ചില മാതാപിതാക്കൾ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നോ അവേക്കനിങ്, ഓൾവേസ് സ്ലീപ്പിംഗ്. ഞാൻ എൻ്റെ ഒരു പള്ളി പറയത്തില്ല, ഒരു വീട്ടിൽ ചെന്നപ്പം സൺഡേ സ്കൂളിൽ പോകാത്ത കുഞ്ഞുങ്ങളുടെ ഒരു നീണ്ട നിര ആ വീട്ടിലുണ്ട്. എന്നാൽ അവിടെ ഞാൻ ചെല്ലുന്നു പറഞ്ഞുകൊണ്ട് ചേട്ടൻ അനിയന്മാരെല്ലാം കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൊച്ചുമക്കളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, സൺഡേ സ്കൂളിൽ എത്ര മക്കളെ? ഹി ഹി ഹു ഹു ഹോ ഹോ. ഇതായിരുന്നു അവസ്ഥ. നോ സൺഡേ സ്കൂൾ, സ്ലീപ്പിംഗ്. വാട്ട് ഈസ് റിപ്പൻറ്റൻസ്? ആധ്യാത്മികമായിട്ട് ഉണരണം. ഉണരാനായിട്ട് നമുക്ക് പറഞ്ഞു. റോമാലേഖനം 13-ാം അധ്യായം 11-ാം വാക്യം പിന്നെ വായിച്ചാൽ മതി. റോമർ 13:11. ടീച്ചറെ സമയമായോ? ഞാൻ നിർത്താം. ഇനി വേറെ കുറച്ചുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു പോയില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, എനിക്കും മനസ്സിലാവത്തില്ല. ആ പടക്കോഴി ബാക്കി എന്തായാലും ബുക്ക് ഞാൻ തന്നെ എഴുതി തരേണ്ടത്. അതിനകത്ത് ഇത് വന്നോളും. ഒരു 2 പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റിപ്പൻഡൻസ് ഈസ് ദ റിട്ടേൺ ഓഫ് എ പേഴ്സൺ ടു ഹിംസെൽഫ്. ഒരാൾ അയാളിലേക്ക് തന്നെ തിരിയുന്നതാണ് അനുതാപം. നമ്മൾ മുമ്പേ പറഞ്ഞ ഉപമയിലെ അവനെ കുറിച്ച് പറഞ്ഞ അവന് സ്വയം സുബോധം വന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഒരാൾ അയാളിലേക്ക് തന്നെ തിരിയണം. ഹി കെയിം ടു ഹിംസെൽഫ്. അടുത്തൊരു വാക്ക് റിപ്പൻഡൻസ് ഈസ് ട്രാൻസ്ഫർ ഫ്രം ഡെത്ത് ടു ലൈഫ്. മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള പ്രവേശമാണ് അനുതാപം. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശം. ഇന്ന് രാവിലെ നമസ്കാരം കഴിഞ്ഞിട്ട് നടന്നു വരുന്ന വഴിക്ക് എൻ്റെ കൂടെ നടന്നു വന്നൊരു കുട്ടി എന്നോട് പറഞ്ഞു, ഇപ്പൊ എല്ലാ വേദപുസ്തക വാക്യങ്ങളെല്ലാം വളച്ചൊടിക്കുന്ന രീതിയാണ്. തിരുവേരി പറയുന്ന വാർത്തകളെല്ലാം വേറെ രീതിയിലൊക്കെ ഇപ്പം ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. എന്നോട് എൻ്റെ കൂടെ വന്ന സെമിനാരി പാനുള്ളൊരു കുട്ടിയാ പറഞ്ഞു, തിരുമേനി ഇപ്പം ഈ മാധ്യമക്കാർക്ക് കൊടുക്കുന്ന വാർത്ത ഫുള്ളേ കേട്ടില്ലെങ്കിൽ അത് വേറെ രീതിയിലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇപ്പൊ ഇഷ്ടം പോലെ നമ്മളെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകളുണ്ടല്ലോ, ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനുണ്ട്. നമ്മളെ കൈകാര്യം ചെയ്യാൻ നല്ലതുപോലെ ആളുകളുണ്ട്, ഇല്ല അജിയച്ച? നല്ലതുപോലെ ആളുകളുണ്ട്. ഒരു വാർത്ത നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എവിടെയാണ് ഒരു ചെറിയ മുഴപ്പുള്ളത് അതിനെ കയറി പിടിച്ചിട്ട് അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള നല്ലതെല്ലാം മാറ്റിയിട്ട് അത് വെച്ച് വാർത്ത സൃഷ്ടിച്ച് സമൂഹത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഇല്ലേ? എന്തൊക്കെയാ ഏതാണ്ട് ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്നൊരു പേര്,
ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന രീതിയിൽ നല്ല രീതിയിൽ സഭാ വാർത്തകൾ കൊടുക്കുന്ന ഒരു മാധ്യമമുണ്ട്. എന്നാൽ വളരെ തന്ത്രപരമായിട്ട് അതിനകത്ത് ഒരു ഭാഗം മാത്രം മാറ്റിയിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് മുഴുവൻ എന്നെപ്പോലുള്ളവരൊക്കെ എല്ലാ ദിവസവും വ്യക്തിഹത്യ തന്നെ നടത്തി, നശിപ്പിച്ച് നാറാണക്കൽ വരുത്തി. എങ്ങനെ ഒന്ന് മിണ്ടാതാക്കാൻ ഒക്കുമോ എന്നുള്ളത് നോക്കുന്നത്. എങ്ങനെയാണ് ദിയസ്കോറസ് തിരുമേനിയെ ഒന്ന് ശബ്ദിക്കാനൊക്കാതാക്കുന്നത്, അതിനുള്ള പരിപാടി ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ എന്തുവാ, പടക്കുതിരയോ അല്ലാത്ത കുതിരയോ ഇല്ലാത്ത കുതിരയോ ഒക്കെ ഉണ്ട്. ഇന്നലെ ആരണ്ട് കുട്ടികൾ എന്നെ കൊണ്ടത് കാണിച്ച്, ഞാൻ ഏതോ പറഞ്ഞത്, എടാ പണിക്കരേ എന്ന് വിളിച്ചുകൊണ്ട് താഴോട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എടാ പണിക്കരെന്ന് പറഞ്ഞ ആരാ മനസ്സിലായോ? ആരാ? കുണ്ട്രക്കാർക്ക് നല്ലോണം അറിയാം അല്ലയോ ആരാ എടാ പണിക്കരെ എന്നുള്ളത്? ആ ചാക്കോച്ചൻ നല്ലോണം അറിയാം. എന്നെ ആദ്യമേ വിളിച്ച പണിക്കരെ എന്ന് വിളിച്ചത് സെമിനാറിൽ ആദ്യം ചാക്കോച്ചനാണ്, നല്ലോണം അറിയാം. അങ്ങനെ ഉള്ളൊരു വിഷയമാണ് ഇവിടെ ഉള്ളത്. മരണമാണിത്. ഇതിനൊക്കെയാണ് മരണം എന്ന് പറയുന്നത്. പിന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിലുണ്ടല്ലോ, മരിച്ചവരും മൗനതയിലിറങ്ങിയവരും യഹോവയെ സ്തുതിക്കുന്നില്ല. അവിടെ നിർത്തിയാൽ മരണമാണ്. വേദവാക്യത്തെ അവിടെ നിർത്തിയാൽ മരണമാണ്. വി നീഡ് ടു ഹാവ് ലൈഫ്. അതിൽ നിന്നൊരു ട്രാൻസ്ഫർ ഉണ്ടാകണം. എന്താണ് ട്രാൻസ്ഫർ? ജീവനിലേക്ക്. നാമോ എന്നേക്കും യഹോവയെ സ്തുതിക്കും. ജീവനിലേക്ക് പോകണം. ദാറ്റ് ഈസ് വാട്ട് വി കോൾ റിപ്പന്റൻസ്. അതിനാണ് അനുതാപം എന്ന് വിളിക്കുന്നത്. അതില്ലാത്ത വിശ്വാസങ്ങളും അതില്ലാത്തതായ സാമൂഹ്യ മാധ്യമങ്ങളും അതില്ലാത്തതായ കുടുംബജീവിതങ്ങളും വരുമ്പോൾ നാമൊക്കെ ജീവനുണ്ടെന്ന് പറയുന്നുവെങ്കിലും നാമൊക്കെ ആരാണ്? മരിച്ചവരായിരിക്കുന്നു എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് റിപ്പന്റൻസ്? ഇറ്റ് ഇസ് എ ഫ്രീഡം ഫ്രം ഡെത്ത് ടു ലൈഫ്. ഇറ്റ്സ് എ ഫ്രീഡം ഫ്രം സിൻ, slavery of sin to salvation. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷയുടെ തുറമുഖത്തേക്കുള്ള യാത്രയാണ് അനുതാപം. യോഹന്നാന്റെ സുവിശേഷം 8:36 വാക്യം വായിക്കണം. If the Son makes you free, you shall be free indeed. ഇനി ബാക്കിയുള്ളത് പിന്നെ പറയാം, സമയം കഴിഞ്ഞതുകൊണ്ട്. ഞാന് അമ്മമാരുടെ നിലയ്ക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്, അക്ക വിട്ട് പറയാം. വ്യക്തിപരമായിട്ടൊന്ന് നല്ലപോലെ പ്രാർത്ഥിക്കണം കേട്ടോ. മർത്തമറിയ സമാജ അംഗങ്ങള് ഇന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും മർത്തമറിയ സമാജ അംഗങ്ങള് വേറെ ഇന്ന് വരാത്തവരൊന്നും കൂട്ടണ്ട, നിങ്ങൾ മാത്രം ഒരു പേഴ്സണൽ പ്രെയർ ഡെയിലി ഒന്ന് നടത്തി നോക്കേ, എന്തൊരു മാറ്റമായിരിക്കും. ആരും അറിയണ്ട. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മുറി കയറി കഥ അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ കയറി ഇരിക്കരുത് കേട്ടോ, വീട്ടിൽ ജോലിയൊക്കെ കാണും. പക്ഷെ യു സെറ്റ് അപ്പാർട്ട് സം ടൈം ഫോർ ദാറ്റ്. ഒന്ന് നല്ലപോലെ പ്രാർത്ഥിച്ചേ, മുറിക്കകത്ത് ആരും കാണാതിരുന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. 2, ഒരു നല്ല സെൽഫ് എക്സാമിനേഷൻ നടത്തിക്കേ. അമ്മമാരല്ലേ, ഒരു സ്വയപരിശോധന ഒന്ന് നടത്തിക്കേ. ഞാനാര്, എന്റെ വഴി എന്ത്, ഒന്ന് നടത്തിക്കേ. 3, എല്ലാവർക്കും മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. ഇല്ലെങ്കിൽ സഹോദര മക്കളെങ്കിലും കാണും. ഉണ്ടോ ഇല്ലയോ? നമുക്ക് എങ്ങനെയാലും മക്കളുണ്ട്. എനിക്കുണ്ട് മക്കള്, ഇല്ലേ? എല്ലാവർക്കും മക്കളുണ്ട്. അത്യാവശ്യം അവർക്ക് ചില നല്ല പാഠങ്ങൾ ഓരോ ദിവസവും ഒന്ന് പറഞ്ഞു കൊടുത്ത് ഇത് സംബന്ധിച്ച് ഒരു ദിവസം ഒരു വാക്ക് മതി. ഒത്തിരി ഇത് വേണ്ട, ഒരു ദിവസം ഒരു വാക്ക് മതി. എന്നെ പഠിപ്പിച്ച 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ, ഞാനത് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. പഠിപ്പിച്ചപ്പോൾ എന്നോട് ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അന്ന് ഇതുപോലെ മതതീവ്രവാദം എന്നുള്ള കാലമല്ലല്ലോ. അതുകൊണ്ട് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ പ്രാർത്ഥിക്കാൻ നേരത്ത് നിങ്ങൾ ഏത് മതത്തിലാണോ ആ മതത്തിന്റെ സിമ്പല് നിങ്ങളുടെ ഹൃദയത്തിൽ ചാർത്തി വേണം നിങ്ങൾ ഉറങ്ങാൻ പാൻ. ഓം എന്നുള്ളതും കർത്താവിന്റെ കുരിശും ഇങ്ങനെ അള്ളാ എന്ന് വിളിച്ചും ഒക്കെ വേണം ചെയ്യാൻ എന്ന് ടീച്ചർ പറഞ്ഞു. പിന്നെ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു,
കിടക്കുന്ന കട്ടിലിന്റെ 4 വശവും ഒന്ന് കുരിശ് വരയ്ക്കുന്നത് നല്ലതാണ്. ടീച്ചർ പറഞ്ഞ കാര്യമാണ്. ഒരു നല്ല പാഠം അത്. ഞാനിപ്പം മെത്രാനായിട്ടും ഇപ്പോഴും ഞാൻ കിടക്കുമ്പം എൻ്റെ കട്ടിലിൻ്റെ തലയ്ക്കൽ ഒന്ന് കുരിശ് വരയ്ക്കും. എന്നെ കുരിശ് വരയ്ക്കുന്നത് മാത്രമല്ല, എൻ്റെ കട്ടിലിൻ്റെ തലയ്ക്കൽ ഞാനൊരു കുരിശ് എൻ്റെ കൈകൊണ്ട് വരയ്ക്കും. അഥവാ വരച്ചില്ലെങ്കിൽ മറന്നുപോയാ ആ രാത്രിക്ക് എന്തെങ്കിലും ദുസ്വപ്നം കാണും. കാരണം ഇതൊരു ജീവിതചര്യയാക്കി മാറ്റിയപ്പോൾ അത് തെറ്റിച്ചു കഴിഞ്ഞാൽ അത് സൂചന നൽകും. നിങ്ങൾ കട്ടിലിൽ നിന്ന് മറക്കണമെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം എന്തുവാ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇവിടെ തലതൊട്ടമ്മമാർ ഒരുപാട് കാണുമെന്ന് എൻ്റെ വിചാരം. ഉണ്ടോ ഇല്ലയോ? തലതൊട്ടമ്മമാരൊന്ന് കൈ ഉയർത്തിക്കേ. ഗോഡ് മദേഴ്സ് മജോറിറ്റി 95% അതാ. ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ? തലതൊടുന്ന അമ്മമാരെന്ന നിലയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ? ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്ന ആളാണ്. എൻ്റെ തലതൊട്ടപ്പനാണ് എന്നെ സൺഡേ സ്കൂളിൽ കൊണ്ടുപോയത്, യുവനപ്രസ്ഥാനത്തിൽ കൊണ്ടുപോയത്, സെമിനാരിയിലേക്ക് പോകാൻ വേണ്ടി തിരുമേനെടുത്ത് കൊണ്ടുപോയത്, വൈദികനായിട്ട് വന്നപ്പം എന്നെ വഴക്ക് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും തെറ്റുകൾ കാണിക്കുമ്പോൾ കൂടുതൽ വഴക്ക് പറയുന്നത് ഒക്കെ എൻ്റെ തലതൊട്ടപ്പനായിരുന്നു. ആ അപ്പൻ്റെ മോളിൽ ഇവിടെ കണ്ട് ഇരിപ്പുണ്ട്. വന്ന് കാണുമായിരിക്കും. സാധാരണ വരുന്ന ഒരാളാണ്. മാവേലിക്കര ഭദ്രാസനത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഇവിടെ കണ്ട് വന്ന് ഇരിപ്പുണ്ട്. വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയായി തലതൊട്ടപ്പൻ അദ്ദേഹത്തിന്റെ നിയോഗങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ചു എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ഈ കഴിവൊക്കെ നിങ്ങളുണ്ടല്ലോ, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്തുവാ? നിങ്ങൾ തലതൊട്ട കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ചത് അത്യാവശ്യം വേണ്ട ക്രൈസ്തവ മാർഗനിർദ്ദേശങ്ങൾ, പാഠങ്ങൾ അവർക്ക് കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ മനസ്സിലൊരു അത്യാവശ്യം ആധ്യാത്മിക സംസ്കാരം രൂപപ്പെടുത്തിയത് കൊണ്ട് ഉത്തരവാദിത്വം നമ്മുടേതാണ്. നമ്മളെല്ലാം ഈ അച്ഛന്മാർക്കും തിരുമേനിമാർക്കൊക്കെ ജോലി കൊടുക്കും. അച്ഛന്മാർക്കും തിരുമേനിമാർക്കൊന്നും ജോലി കൊടുക്കണ്ട. അവർ പള്ളി പ്രസംഗിച്ചോളും, കുർബാന ചൊല്ലിക്കോളും, ഇതൊക്കെ ചെയ്യും. ഇവിടെ എത്ര സുവിശേഷത ഇപ്പൊ കൈ ഉയർത്തിയത്! കർത്താവ് വിളിച്ച് ജോലി കൊടുത്തിരിക്കുന്ന സുവിശേഷയുടെ കൈയാണ് ഇപ്പൊ കണ്ടത്. സോ ജസ്റ്റ് മേക്ക് എ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫാമിലി, ഇൻ ദ മൈൻഡ് ഓഫ് യുവർ ചിൽഡ്രൻ. അത് അപ്പന്മാരെ അമ്മമാരും തലതൊട്ടപ്പന്മാരെ അമ്മമാരും കൃത്യമായിട്ട് അത് പാലിക്കണം എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യണം. റെക്കഗ്നൈസ് യുവർ സെൽഫ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. തെറ്റുകളെ ഒന്ന് കാണണം. രാവിലെയും വൈകിട്ടും ഒക്കെ വല്ലപ്പോഴും ഒന്ന് നോക്കണം. ഇല്ലേ? ബാംഗ്ലൂരിലെ വൈസ് പ്രസിഡന്റ് നല്ലപോലെ നോക്കണം. അകത്തേക്കൊന്ന് നോക്കണം. ഞാൻ ആര്? ഞാൻ എന്ത് ചെയ്തു? വൈകിട്ട് കിടക്കാൻ നേരത്തെ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊന്ന് പരിശോധിക്കണം. ജസ്റ്റ് ട്രൈ ടു റെക്കഗ്നൈസ്, ട്രൈ ടു ഐഡന്റിഫൈ യുവർ ഓൺ സിൻസ്. മറ്റുള്ളവരുടെ പാവങ്ങളെ കുറിച്ച് കൂടുതൽ ഏവർക്കാൻ പോകാതെ. രണ്ടാമത് ചെയ്യേണ്ടത്, പാവം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ സത്യകുംഭസാരം തന്നെ നടത്തിയിരിക്കണം. സത്യകുംഭസാരം തന്നെ നടത്തിയിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പൊതുയോഗ കുംഭസാരം ഒന്നും നമുക്ക് വേണ്ട. അങ്ങനെ ഒരു കുംഭസാരമേ സഭയിലില്ല. നേരെ ചൊവ്വേ ജീവിക്കുന്നവർക്ക് ഇരിക്കേണ്ട സ്ഥലമാണ് പൊതുയോഗം എന്നുള്ളതാണ് സഭാപിതാക്കന്മാർ വീക്ഷിച്ചത്. അതിനെയാണ് വളരെ ഭംഗിയായിട്ട് ലൂപ്പുകൾ കണ്ടുപിടിച്ച് തെറ്റി വേറെ വഴികളൊക്കെ പോയി കല്ലുവട്ടാൻകുഴി നിൽക്കുന്ന ആളിനെ പിടിച്ചോണ്ട് വന്ന് അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിർത്തിയിട്ട് കുമ്പസാരിച്ച് രജിസ്റ്ററിൽ പേരെഴുതിക്കോ, നീ എനിക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്ന പ്രതിയിലേക്ക് വന്നിരിക്കുന്ന അങ്ങനെയാണ്. സത്യകുംഭസാരം നടത്തണം. ഞാൻ മുമ്പേ പറഞ്ഞു, മൊബൈൽ അവൾ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി. അർത്ഥം എന്തുവാ? വീട് അടിച്ചു വാരെന്ന് പറഞ്ഞ എന്തോ അർത്ഥം? നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ മുഴുവനും കഴുകി മാറ്റണം. വീടടിച്ചു വാരി കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കണം. മൂന്നാമത്, once you receive holy confession, then try to change the direction of your life. മൂന്നാമത് ചെയ്യേണ്ട അതാണ്. ഒരിക്കൽ
തെറ്റിയാൽ കണ്ടുപിടിച്ച് കുമ്പസാരിച്ചാൽ പിന്നെ പുതിയ വഴിയിലൂടെ മനോഹരമായി യാത്ര ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ വിദ്വാൻമാരോട് ദൂതൻ പറഞ്ഞതുപോലെ വന്ന വഴിയേ പോകരുത്, നേരായ വഴിയിലൂടെ യാത്ര ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബാക്കി പിന്നീട്. താങ്ക് യു സോ മച്ച്.